ഹലോ. അങ്ങനെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 3 ഘട്ടങ്ങളും കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുന്നവരുടെ അനാലിസിസ് ആണെന്ന് എനിക്കറിയാം. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ അധികം വലിച്ചു നീട്ടാത്ത ഒരു കാര്യം തുടക്കത്തിലേ പറയാണ്. ഈ വീഡിയോ എല്ലാവരും കാണണം എന്ന് ഞാൻ നിർബന്ധം പറയില്ല. കട്ട് ഓഫിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം. പക്ഷേ ഈ പരീക്ഷയ്ക്ക് റാങ്ക് അടിക്കണം, മെയിൻസിന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളുടെ പൾസ് അറിഞ്ഞ് സ്റ്റഡീസ് ക്രമീകരിക്കണം എന്ന ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ മാത്രം ഇത് പൂർണ്ണമായും കാണുക. 2x സ്പീഡ് ഇട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇതിന് കട്ട് ഓഫിനെ പറ്റി മാത്രം അറിയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞേക്കാം. അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ ഫുള്ളിരുന്ന് കണ്ട് ബുദ്ധിമുട്ടണ്ട. ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് PSC നന്നായി തുടങ്ങിയതിന്റെ സൂചനയാണ്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 മൂന്നിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഘട്ടങ്ങളിലെയും ഉള്ളതുപോലെ തന്നെ ഒരു കട്ട് ഓഫ് ലെവൽ തന്നെയായിരിക്കും ഇവിടെ വരിക. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മുതൽ SBCAD വരെയുള്ള എക്സാംസിനാണ് അത് നടക്കുന്നുണ്ട്. ഏകദേശം ഇതിന്റെ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു 41 അല്ലെങ്കിൽ 42 മുതൽ മാക്സിമം ഒരു 50 വരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്, മുൻകാല വർഷത്തെ ഡേറ്റ വെച്ചിട്ടും പിന്നെ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ മാത്രമാണ്. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 40 മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ മെയിൻസ് പഠിച്ച് തുടങ്ങിക്കോണം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നൊക്കെ വെച്ച് അത്രയും വേക്കൻസി ഉള്ള പരീക്ഷകളാണ്. ഇൻ കേസ് ഇന്റർവ്യൂ ആ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ കട്ട് ഓഫ് ഇതിനേക്കാൾ ഇടിയും. ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്റർവ്യൂ ഘട്ടം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കട്ട് ഓഫ് ഇതിനേക്കാൾ ഇടിയും. സോ വെറുതെ ഉഴപ്പിയിരിക്കില്ല. ഇനി എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, ഈ പരീക്ഷയിൽ നിന്ന് PSC തരുന്ന ചില സൂചനകളാണ്, 2 അപകട മുന്നറിയിപ്പുകളാണ്. അതൊന്ന് കൃത്യമായി പഠിച്ച് നിങ്ങളുടെ സ്റ്റഡീസ് അതനുസരിച്ച് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ ദയവായി ശ്രമിക്കുക. അതിലേക്ക് നമ്മൾ പോവാണ്. അതിന് നമ്മുടെ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഡെയിലി അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് പോകട്ടെ. ഈ പരീക്ഷയിലും ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിരുന്നു. ഫ്രീ കോച്ചിങ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ. ഒരു ബേസിക് അനാലിസിസ് ഞാനൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ 2 അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബേസിക് അനാലിസിസ് നമ്പർ 1 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേജ് 1, 2 ആൻഡ് 3 മൂന്നും ഏകദേശം ഒരേ ഡിഫിക്കൽട്ടി ലെവൽ തന്നെയായിരുന്നു തന്നത്, അല്ലെ? പക്ഷെ ഇതിനകത്ത് ഒരു സൈക്കോമെട്രിക് പരിപാടി അല്ലെങ്കിൽ ഒരു എക്സാം സൈക്കോളജിയിലെ ഒരു 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 സംഭവം അവർ ചെയ്തിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ LGS ലെവലിലാണ്, ചില ചോദ്യങ്ങൾ UPSC ലെവലിലും. ഇത് അവർ ഷഫിൾ ചെയ്താൽ കൊടുത്തിരിക്കുന്നത്. സോ ഭയങ്കര ഈസി ഒരു ക്വസ്റ്റ്യൻ കാണും, പിന്നെ ഒരു മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ചോദ്യം കാണും. ഈസി ഡിഫിക്കൽട്ട് ഈസി നമ്മുടെ തലച്ചോറ് അതനുസരിച്ച് കാലിബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അത് ഇവിടുത്തെ ഒരു ചലഞ്ച് ആയിരുന്നു. അപ്പോ ഈസി ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമ്മുടെ അവയർനെസ് ലെവലൊക്കെ കുറേ ഈസി ചീള് കേസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകും. ഡിഫിക്കൽട്ട് ചോദ്യം കാണുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് പോകും. ആ രീതിയിൽ വളരെ സ്മാർട്ടായിട്ടും സൈക്കോളജിക്കലുമായിട്ടാണ് ഇതിനകത്ത് ചോദ്യ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻസ് അടുക്കി അടുക്കി വെച്ചിട്ടുള്ളത്. ഇനിയുള്ള പരീക്ഷയിൽ നിങ്ങൾ ഇത് നോക്കുക. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, സൈക്കോമെട്രിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും, അല്ലെ? ഈസി ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അവയർനെസ് ലെവൽ കുറയ്ക്കാനും പാടില്ല, ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കോൺഫിഡൻസ് പോകാനും പാടില്ല, അല്ലെ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സ്ഥിരം പറയുന്ന പോലെ ആർട്ട് ആൻഡ് കൾച്ചറിലെ ചോദ്യങ്ങൾ ചലഞ്ചിങ് തന്നെയാണ്. ഇവനൊന്നും ഈ ചോദ്യം അറ്റൻഡ് ചെയ്യരുത്, ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നവൻ എനിക്കൊന്ന് കാണണം എന്നുള്ള ലെവലിലാണ് കർത്താവ് ഈ ചോദ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെ? അത് അത്യാവശ്യം മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. ബേസിക് അനാലിസിസ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ഒരു കോർ കണ്ടന്റിലേക്ക് വരാം. ഇപ്പോ എലിമിനേഷൻ ടെക്നിക്സ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ ആൾക്കാരെ വിമർശിച്ചെങ്കിലും ഇപ്പൊ എല്ലാവരും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, നല്ല കാര്യമാണത്. പക്ഷേ ഈ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി പറയുമ്പോഴും ബേസിക് ആയിട്ട് എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ ഈ ചോദ്യങ്ങളൊക്കെ നോക്കുക. ഈ ചോദ്യങ്ങൾ തളി തളിയിൽ താനം എന്താണെന്ന ചോദ്യം, അല്ലെ? താനം താനം പട്ടത്താനം ഈസിയാണ്, ഇത് ആർക്കും കിട്ടും. അടുത്ത ചോദ്യം, അല്ലെ? സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് SIP പോളിസി 2020 ഇതിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സയൻസ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷന് മാത്രമേ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഭയങ്കര മണ്ട സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയിലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെ ആരും ചെയ്യുന്നതാണ്. 47th ക്വസ്റ്റിനും ഇൻസാറ്റ് സാറ്റലൈറ്റ് മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം എല്ലാ എലിമെന്റും എയിലേക്ക് എത്താൻ പറ്റും. ഇത് ബേസിക് ആണ്. പക്ഷേ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ബേസിക് എലിമിനേഷൻ ടെക്നിക്സ് പഠിക്കുന്ന കുട്ടികളോടല്ല. ഈ ഒരു ചോദ്യം കണ്ടോ? ഈ ചോദ്യം കണ്ടെങ്കിൽ ചിലപ്പോൾ സ്കിപ്പ് അടിക്കാൻ പലരും പറയും. പക്ഷെ നിങ്ങൾ സ്കിപ്പ് അടിക്കരുത്. ആഴത്തിൽ പഠിച്ചെങ്കിൽ ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് പറയും. പക്ഷെ ആഴത്തിൽ പഠിക്കേണ്ട കാര്യം കോമൺ സെൻസ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങൾ മര്യാദയ്ക്ക് സോൾവ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്നു വരാൻ സാധിക്കുക. എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങൾ ശരിയാക്കാൻ നമുക്ക് ഒരു കാര്യമില്ല.
നമുക്ക് 1-2 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കുകൾ എക്സ്ട്രാ കിട്ടിയെങ്കിൽ മാത്രമേ റാങ്ക് ഒരു 100-200 ഒക്കെ മുന്നോട്ട് വന്നിട്ട് നമുക്ക് ആദ്യത്തെ ബാച്ചിൽ തന്നെ അഡ്മിഷൻ ജോലിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഇത്തരത്തിലുള്ള ചലഞ്ചിങ് ചോദ്യങ്ങളാണ് കാണുമ്പോൾ. എലിമിനേഷൻ ടെക്നിക്സ് UPSC ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു പ്രശ്നമാണത്. UPSC-യിൽ ഇതിനേക്കാൾ കട്ടി ചോദ്യങ്ങൾ വരും. ഒന്നും അറിയില്ലെങ്കിൽ പോലും കറങ്ങി കുത്തി ശരിയാക്കും. അതാണ് UPSC ബാക്ക്ഗ്രൗണ്ടിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെന്റാലിറ്റി, UPSC മെന്റാലിറ്റിയോടുകൂടി നിങ്ങൾ ചോദ്യം സമീപിക്കണം. ഓക്കെ, ഇതൊരു റിസ്ക് ആണ് ഞാൻ എടുക്കുന്നത്. എനിക്കറിയാം ഈ ചോദ്യം ഒരു റിസ്ക് ആണ്. കാരണം ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമല്ല, അധികം പോപ്പുലർ ആയിട്ടുള്ള ചോദ്യമല്ല. ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ പോളിസി എന്ന സംഭവത്തിനെ പറ്റി കാര്യമായിട്ടുള്ള ലിറ്ററേച്ചർ എവിടെ അവൈലബിൾ അല്ല. പക്ഷെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, അതായത് ഈ എക്കണോമി ഒന്നുകിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വികസിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചുരുങ്ങുന്നു. അത്തരം സാഹചര്യത്തിൽ പ്രത്യേക നിയമനിർമ്മാണം, ലെജിസ്ലേഷന്റെ ആവശ്യമില്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗവൺമെന്റ് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള എക്കണോമിയെ. അതിന്റെ സാധനം എന്താണെന്ന ചോദ്യം. പക്ഷെ ഇതും ഒരു ഫിലോസഫിക്കൽ എക്കണോമിക്കൽ കോൺസെപ്റ്റ് ആണ്. അത് അവിടെ ഇരിക്കട്ടെ, നമ്മളത് എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി മാത്രമാണല്ലോ പറയുന്നത്. ഈ കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്ക് എത്തണമല്ലോ. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു റിസ്ക് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ റിസ്ക് എടുത്തിരിക്കണം. കാര്യം നമുക്ക് ടോപ്പ് റാങ്ക് ആണ് നമ്മുടെ ലക്ഷ്യം. ഈ ചോദ്യത്തിൽ അത് നോക്കിയേ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഭാഗമാവാത്ത, ഈ സാധനത്തിന്റെ ഭാഗമല്ലാത്ത എന്തെന്നാണ് ചോദ്യം. അതായത് ചുരുക്കം ഒറ്റയാനെ കണ്ടെത്തുക. ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ പോളിസി നിങ്ങൾക്ക് അറിയില്ലെന്നാണ് ഇരിക്കട്ടെ. സ്റ്റിൽ ഈ കൂടുതൽ ഒറ്റയാൻ ആരാന്ന് മാത്രം നോക്കിയാൽ പോരെ. ഞാൻ എത്ര വീഡിയോയിൽ ഈ ഒറ്റയാൻ ടെക്നിക്കിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ കൂട്ടണം. ഇപ്പൊ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം മലയാളം ചോദ്യം ഡിസ്കസ് ചെയ്താൽ പോലെ എന്താണ് ഇംഗ്ലീഷ് ചോദ്യം ഡിസ്കസ് ചെയ്ത് ചിന്തിക്കുന്നതായിരിക്കും. അതാണ് അപകടം നമ്പർ 2. ഞാൻ താഴെ പറഞ്ഞുതരാം. ഇതൊന്നും ഈ ഒരു 2 മിനിറ്റ് എൻ്റെ കൂടെ ഇരിക്കാം. എന്താണ് ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ. നല്ല, ജനങ്ങൾക്ക് പെൻഷൻ കിട്ടും, ജോലിയില്ലാത്ത യുവാക്കൾക്ക് പെൻഷൻ കിട്ടും, നല്ലതല്ലേ? ജനങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുന്ന പരിപാടിയാണ്. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊക്യൂർമെന്റ് ബേസ്, അല്ലെ താങ്ങുവില എന്നൊക്കെ പറയും. നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുന്ന പരിപാടിയല്ലേ, അതിന്റെ താങ്ങുവില കൂട്ടുകയാണ്. നമുക്ക് കർഷകന് ഇങ്ങോട്ട് കാശ് കിട്ടുകയാണ്, ജനങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുകയാണ്. ഓക്കെ, ഇത് ശരിയാണോ തെറ്റോ നിങ്ങൾക്ക് അറിയില്ല, വെട്ടേക്കാം. ഇൻകം ടാക്സ് റേറ്റ് കൂട്ടണമെന്ന്. ഇത് 2 ഗവൺമെന്റ് ഇങ്ങോട്ട് കാശ് തരുന്നതിനെ പറ്റിയാ പറയുന്നത്, അല്ലേ? പക്ഷെ ഇൻകം ടാക്സ് റേറ്റ് കൂട്ടണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നതിനെ പറ്റി പറയാം. വിഡോ പെൻഷൻ, ഇതും വിധവകൾക്ക്, ജനങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുന്ന പരിപാടിയല്ല. ഈ കൂട്ടത്തിന് അങ്ങോട്ട് ഗവൺമെന്റ് കാശ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഏതാ? ഇതാണ് എലിമിനേഷൻ ടെക്നിക്സിന്റെ മാജിക് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളടുത്ത് കള്ളം പറയുന്നില്ല. ഈ രീതിയിൽ നിങ്ങൾ ശാസ്ത്രീയമായി കറക്കി കുത്തിക്കഴിഞ്ഞാൽ, 10 ചോദ്യം കറക്കി കുത്തിക്കഴിഞ്ഞാൽ 7 ശരിയാവും, 3 തെറ്റും. ഇത് റിസ്കി ഓപ്ഷനാണ്. പക്ഷേ നേരത്തെ നിങ്ങൾക്ക് 0 മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിപ്പം അഗ്രിഗേറ്റ് നിങ്ങൾക്ക് ഒരെണ്ണം തെറ്റിയാൽ 6 മാർക്ക് കിട്ടും. 6 മാർക്കാണോ 0 മാർക്കാണോ വലുത്? 1 മാർക്കിന് വ്യത്യാസം നമുക്ക് എത്ര റാങ്കാ മാറാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോ PSC കൊടുത്തിട്ടുള്ള, ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ ആൻസർ എന്ന് പറയുമ്പോൾ C ആണ്. എന്റെ ഒബ്സർവേഷനിൽ ആൻസർ C ആണ്. PSC കൊടുത്തിട്ടുള്ള ആൻസർക്ക് എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ഈ ചോദ്യത്തിന് അത് ഈ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണം. ഫൈനൽ ആൻസർക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഉള്ള സ്റ്റുഡൻസിനെ വാർത്തെടുത്തുകൊണ്ടാണ് നമ്മുടെ ചെറിയൊരു ബാച്ച്, ജസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റിസൾട്ട് നോക്കുക. ഇപ്പൊ ഞാൻ തന്നെ എത്ര റാങ്ക് ലിസ്റ്റിലേക്കാണ് എത്തിയിട്ടുള്ളത് നോക്കുക. ഞങ്ങളുടെ ബാച്ച്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി റിസൾട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് വലിയ അഡ്വർടൈസ്മെന്റ്സോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഉള്ള റീൽസോ ഒന്നും ഇടാനുള്ള കപ്പാസിറ്റി, ഈ രീതി റിസർച്ച് ബേസ്ഡ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാൻ മാത്രമേ വരാനുള്ളൂ. നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് അതിനകത്ത് ഫ്രീ കണ്ടന്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എലിമിനേഷൻ ടെക്നിക്സ് ഇതൊന്നും കുത്തരുത്, അല്ലെങ്കിൽ ആഴത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആര് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാം. കാര്യം നിങ്ങളുടെ ലൈഫ് വെച്ചിട്ടുള്ള ഒരു ഗെയിം മാത്രമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ കൂടെ പഠിക്കണം. ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് വിശ്വസിച്ചാൽ മതി. നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ്ലി കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് സ്വയം ബോധ്യപ്പെട്ടാൽ മതി. അപ്പൊ ഈ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണം. ഇപ്പൊ C ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും എനിക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല, കാര്യം പുതിയൊരു ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾ C ചൂസ് ചെയ്യണം. ഇത് തെറ്റിപ്പോണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പക്ഷെ ഈ ഒരു മെന്റാലിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 7 ശരിയാവും, 3 തെറ്റും, അഗ്രിഗേറ്റ് 6 മാർക്ക് കിട്ടും. ഞങ്ങളുടെ റിസൾട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടാൻ പറ്റും. കറക്കി കുത്തിരിക്കണം. പക്ഷെ ഇത് മാത്രം ഒരു ആഴത്തിൽ പഠിക്കണം. എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കണം ഞാൻ കാണിച്ചു തരാം. ആഴത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് സ്ഥിരമായിട്ട് വരാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്മാർട്ട് വർക്ക് വേണം, ഹാർഡ് വർക്ക് വേണം. അപ്പൊ ഈ രീതിയിൽ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയ പാറ്റേണിൽ പഠിക്കാൻ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ ഡിഗ്രി മെയിൻസ് ബാച്ചുകളിലേക്ക് വരാവുന്നതാണ്. പഴുതടച്ച് തന്നെ പഠിപ്പിക്കും. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ, അതിനുമുമ്പുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ, അതിനുമുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഈ പരീക്ഷകളിലൊക്കെയുള്ള ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഡെമോ ക്ലാസ് കാണുന്ന ശേഷം മാത്രം ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഡെമോ ക്ലാസ് അങ്ങോട്ട് തരും. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം പറയും. അത്രയും കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ മെറ്റീരിയലിന്റെ കാര്യത്തിൽ, ക്ലാസ്സിന്റെ കാര്യത്തിൽ, നോട്ട്സിന്റെ കാര്യത്തിൽ. ഓക്കെ,
അപ്പം എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കേണ്ടത് ഞാൻ താഴെ പറഞ്ഞുതരാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിലും ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ സെൽഫ് സ്റ്റഡി നടത്തിയ വ്യക്തി, ഞാൻ ഒരു കോച്ചിങ്ങിന് ഞാൻ പോയിട്ടില്ല. നിങ്ങൾ ഒരു കൈത്താങ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് സ്ട്രക്ചർ വേണമെങ്കിൽ മാത്രം കോഴ്സിനെ പറ്റി ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ അപകടം മലയാളം ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിലെ ക്ലാസ് നോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളത്തിലെ ക്ലാസ് നോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ, മലയാളത്തിൽ കംപ്ലീറ്റ്ലി മലയാളീകരിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകൾ കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി അഡ്മിഷൻ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഈ ഒരു ചോദ്യത്തിനകത്ത് ഇംഗ്ലീഷ് ചോദ്യമാണ്. ഇവിടെ പറയുന്നു കേളപ്പൻ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിലെ നേതാവായിരുന്നു. ഇവിടെ പറയുന്നു കേളപ്പൻ നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലെ നേതാവായിരുന്നു. PSC ഈ കാര്യത്തിൽ ഇതുവരെ നന്നായിട്ടില്ല. മലയാളം ട്രാൻസ്ലേഷനിൽ മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ചോദ്യമായിരിക്കും പരിഗണിക്കാം. അപ്പൊ ഈ രീതി പഠിച്ച, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. എത്ര ചോദ്യങ്ങളാണ് ഓരോ വർഷം ഇങ്ങനെ സംഭവിക്കുക. ഈ പരീക്ഷയിൽ തന്നെ ഇംഗ്ലീഷിലെ പല വാക്കുകൾ തർജ്ജമ ഭയങ്കര മണ്ടത്തരമാണ്. സ്റ്റെബിലൈസേഷൻ മെഷറിന്റെ മലയാളം എന്തൊക്കെയാണോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, ഒന്നും വെച്ച് മനസ്സിലാവില്ല. ഡിഗ്രി ലെവലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ വായിച്ച് പരിശീലിക്കും. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ് അങ്ങനെ പച്ച മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് നോട്ട്സ് വെച്ചിട്ട് ഓരോ വാക്കെടുത്തിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞതിന് കൊച്ചു കുഞ്ഞിനെ മനസ്സിലാവുന്ന രീതിയിൽ പച്ച മലയാളത്തിൽ ഞാൻ ക്ലാസ് എടുക്കുക. പക്ഷെ ക്ലാസ് നോട്ട്സും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതും എല്ലാം ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. കാര്യം മലയാളത്തിൽ എക്സ്പ്ലനേഷൻ കേട്ടുകൊണ്ട് ഇംഗ്ലീഷ് ചോദ്യം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഒരു 10 അഡ്മിഷൻ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇതെല്ലാം മലയാളീകരിച്ച് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ചെയ്യുന്ന തെറ്റായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ സെർച്ച് നടത്തുകയാണെങ്കിൽ പോലും സ്റ്റഡീസിനെ ഒന്ന് സിങ്ക്രണൈസ് ചെയ്യുക. ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ മാത്രം പരിശീലിക്കുക. ഒരിക്കലും ഡിഗ്രി ലെവലിൽ മലയാളം ചോദ്യങ്ങൾ പരിശീലിക്കില്ല. 10th +2 ലെവലിൽ ഞങ്ങൾ മലയാളം തന്നെയാണ്, ക്ലാസ് നോട്ട്സും ക്വസ്റ്റ്യൻസും എല്ലാം മലയാളം തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഡിഗ്രി ലെവലിൽ പക്ഷേ മലയാളത്തിലെ ക്ലാസ്സുകളും ഇംഗ്ലീഷിലെ നോട്ടും ക്വസ്റ്റ്യൻസും തന്നെ ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ പണിപ്പാളും. സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് അല്ലേ. ഇനിയാണ് ആഴത്തിൽ. അപ്പൊ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ആഴത്തിൽ പഠിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ പറയുന്നത് ഡീപ് സ്റ്റഡി. ഓരോ എക്സാംസിലും ഈ റാങ്ക് മേക്കിംഗ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലാസ്സസ് എത്രത്തോളം വരാറുണ്ടെന്ന് ഞാൻ ഓരോ വീഡിയോയിൽ കൂടെ പറയാറുണ്ട്. കാര്യം കറക്കി കുത്തിയാൽ മാത്രം പോരാ, ഇൻ ഡെപ്ത് ആഴത്തിലുള്ള സ്റ്റഡീസ് വേണം അല്ലെ. ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം. ഈ ചോദ്യം കണ്ടോ, ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയുള്ള ചോദ്യമാണ്. ക്യാപിറ്റൽ മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ക്ലാസ്സിൽ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് പറയുന്ന കാര്യം, ഒരു വർഷത്തിൽ താഴെയുള്ള സാധനമാണെങ്കിൽ അത് മണി മാർക്കറ്റും, ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ക്ലാസ് നോട്ട്സിന് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ലോജിക്ക് വെച്ച് മാത്രമേ ഒരു ഉത്തരത്തിലേക്ക് എത്താം. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിലെ കാര്യം എന്താ, ഈ 4 ഓപ്ഷൻസ് എന്താ, ഒരു വർഷത്തിൽ കൂടുതലുള്ള സാധനം ഗവൺമെന്റ് ബോണ്ട്സ് വിത്ത് 10 ഇയർ മെച്ചൂരിറ്റി ആണ്. പക്ഷേ എന്റെ പോയിന്റ് അതല്ല. ഇനി വരാൻ പോകുന്ന ചോദ്യം എന്താണെന്നറിയോ, ക്യാപിറ്റൽ മാർക്കറ്റ് സബ്സെക്ഷൻ ഉണ്ട്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. എന്താണ് പ്രൈമറി മാർക്കറ്റിലെ സെക്കൻഡറി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് എന്ന രീതിയിൽ ചോദിക്കാൻ പോകുന്നത്. അപ്പോ ഇതൊക്കെ സൂചനകളാണ്. ഇനി എവിടെ നിന്നാണ് PSC ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്, എത്രത്തോളം ആഴത്തിൽ ചോദിക്കും എന്നൊക്കെയുള്ള സൂചനകളാണത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ചോദ്യം കണ്ടില്ലേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ചോദ്യം. ഇതൊക്കെ നമ്മൾ ഏകദേശം 2 വർഷം മുമ്പ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ സമയത്ത് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്ത ക്ലാസ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919, 1935 ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്, റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. കുറച്ചും കൂടി ആഴത്തിലിറങ്ങി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ ഈ ക്ലാസ്സസ് ഇമ്പോർട്ടന്റ് ആക്ട് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതൊന്ന് കണ്ടാൽ മതി. എല്ലാം ഒരു കഥ പോലെ ഫാക്ച്വൽ ആയിട്ട് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ അനാലിസിസ് ഒരിക്കലും നിങ്ങൾ മറക്കാത്ത രീതിയിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാം. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ആത്മപരിശോധന നടത്തണം, അല്ല ഇൻട്രോസ്പെക്ഷൻ നടത്തണം. അപ്പൊ ഇത് ഇൻഡെപ്തിൽ വന്നൊരു ചോദ്യമായിരുന്നു. ഇത് ഞങ്ങൾ പഠിപ്പിച്ചൊരു ചോദ്യമല്ല. പക്ഷെ ഈ ചോദ്യം കാണുമ്പോൾ പഠിപ്പിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇതൊരു UPSC ചോദ്യമാണ്. ഗോൾഡൻ ക്രസന്റ് ആൻഡ് ഗോൾഡൻ ട്രയാങ്കിൾ അല്ലേ. ഇപ്പം ഇത് ഇന്ത്യ ആണെങ്കിൽ ഇവിടെ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ റീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഗോൾഡൻ ക്രസന്റ് ഉണ്ട്, ചന്ദ്രക്കല ഒരിക്കും. ഇവിടെ മ്യാൻമാർ, മലേഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഫോക്കസ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവിന്റെ, ഓപ്പിയത്തിന്റെ അല്ലെങ്കിൽ കറുപ്പിന്റെ കച്ചവടം നടക്കുന്നത്, ലഹരിയുടെ കച്ചവടം നടക്കുന്നത്. അപ്പൊ ഇന്ത്യ ഇത് സിവിൽ സർവീസസിൽ ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സിലബസ് ഉണ്ട്, അതിനകത്തുള്ള ടോപ്പിക്കാണ് അത്. ഇതിന്റെ എലമെന്റ്സ് കേരള PSC സിലബസിലുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ പഠിപ്പിക്കേണ്ടതായിരുന്നു ചിന്ത ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അത് ഈസി ആയിരുന്നു. പക്ഷേ ആർട്ട് ആൻഡ് കൾച്ചറിലെ ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ആർക്കും ഒന്നും എവിടെ ഒരു ട്രെൻഡ് ഇല്ലാത്ത ചോദ്യമില്ല, പ്രഡിക്റ്റ് പറ്റാത്ത ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കാമായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പം. അപ്പം ഓരോ പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പരീക്ഷയിലും മികച്ച വിജയം നേടാൻ സാധിക്കുന്നത്. നിങ്ങൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല,
ഇത്രയും ഒരു റാങ്ക് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പകരം നിങ്ങളുടെ ഇംപെർഫെക്ഷൻസിനെ കണ്ടെത്തി ഡെയിലി ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഡെയിലി 1% എങ്കിലും ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കുക, 1% ഇത് കോമ്പൗണ്ട് ചെയ്യുന്നതിന് കൈയും കടഞ്ഞ് കാണത്തില്ല. നിങ്ങൾ ഡെയിലി കോമ്പീറ്റ് ചെയ്യേണ്ടത് മറ്റുള്ള വിദ്യാർത്ഥികളോടുമല്ല, നിങ്ങളോട് മാത്രമാണ്. ഇന്നലത്തെ നിങ്ങളുടെ വെർഷനെക്കാട്ടി 1% പോലും വേണം, ഒരു 0.1% നിങ്ങൾ ഇന്ന് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ അത് ഭീകരമായിരിക്കും. സ്വന്തം മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക, പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തതിന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പം കട്ട് ഓഫിനൊക്കെ പറ്റി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് വേണ്ടത് ഒരു ഉറപ്പാണ്. പ്രിലിംസ് കഴിഞ്ഞു, തേർഡ് സ്റ്റേജ് ആണ്. നിങ്ങൾക്ക് അറിയാം, മെയിൻസിനെ പഠിക്കാനുള്ള സമയം ഇപ്പം തന്നെ കുറച്ചധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ വർഷവും റിസൾട്ട് വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ തേർഡ് സ്റ്റേജ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളും കാണും. എന്തുകൊണ്ടാണ്? അവർ പ്രിലിംസ് കഴിഞ്ഞ് ഉടനെ പഠിക്കാൻ തുടങ്ങി, മെയിൻസിനെ പഠിക്കാൻ തുടങ്ങി. ഇപ്പം നിങ്ങൾ നല്ല മൊമെന്റത്തിൽ നിൽക്കുകയാണ്. പ്രിലിംസ് വരെയുള്ള പഠിത്തത്തിന് മൊമെന്റത്തിൽ നല്ല തലച്ചോറ് നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. ഈ മൊമെന്റം നഷ്ടപ്പെടുത്തരുത്. നാളെ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം. എൻ്റെ അഭിപ്രായം, നാളെ ഒരു ദിവസം നിങ്ങൾ ചില്ല് ചെയ്യുക, സിനിമ കാണുക, എവിടെയെങ്കിലും കറങ്ങാൻ പോവുക. അതിനുശേഷം സ്റ്റഡീസിലേക്ക് തിരിച്ച് വന്നിരിക്കണം. ഒരു എക്സ്ക്യൂസും ഇല്ല. ഇതുപോലൊരു അവസരം ഇനി PSC എന്നാ വരാമെന്ന് എനിക്കും അറിയില്ല. എൻ്റെ കരിയർ ഞാൻ കണ്ടില്ല ഇത്രയും വലിയ അവസരം, അല്ലെ? കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, മാസ് റിക്രൂട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പിന്നെ യൂണിഫോം വേണ്ടവർക്ക് ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ഇതൊക്കെ ഇനി എന്ന് വരാനാ പിള്ളേരെ? അവസരങ്ങൾ ഒന്നിൽ കൂടുതൽ സമയം ജീവിതത്തിൽ വന്ന് നോക്കിയില്ല. ഇങ്ങനെ പഠിച്ചു തുടങ്ങാൻ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. ബിക്കോസ് ഇവരാണ് ജയിക്കാൻ പോകുന്നത്, ഇവരാണ് ഭാവിയിലെ ഉദ്യോഗസ്ഥർ, ഉദ്യോഗാർത്ഥികളല്ല ഉദ്യോഗസ്ഥർ, ജനങ്ങളെ ഭരിക്കാൻ യോഗ്യരായവർ. അപ്പോൾ കമന്റ് ചെയ്യുക. ഒക്കെ നമ്മുടെ ബാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നേറുക.